സർ, സാറിനെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ആരാണ് രാവൺ? നല്ല കഴിവുണ്ടായിരുന്ന രാവൺ തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഇങ്ങനെയായി തീർന്നത്. എന്നുവെച്ചാ 2003 ഇന്ത്യയുടെ ബോർഡറായ കാശ്മീരിന്റെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെയുള്ള ഇസബൽ ഹോസ്പിറ്റൽ കാരനാണ് ഇതൊക്കെ നടന്നത്. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും നല്ല ബന്ധത്തിലല്ലായിരുന്നു. അതുകൊണ്ട് ചില ആർമി ഉദ്യോഗസ്ഥരെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യാൻ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഞാനും അവിടെ തന്നെയായി. അപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ മഹിമ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തത്. മഹി ഇന്റർവ്യൂ ചെയ്ത ഡീൻ അവളുടെ സർട്ടിഫിക്കറ്റ്സ് കണ്ട് ഷോക്കായിപ്പോയി. മഹി കെമിസ്ട്രിയിൽ ഗോൾഡ് മെഡലിസ്റ്റ്, ഫാർമസിയിൽ MA ചെയ്തിരുന്നു, അതുപോലെ നഴ്സിംഗിലും ടോപ്പർ. ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ആ ഹോസ്പിറ്റലിൽ എന്തിനാണ് ജോലിക്ക് അപ്ലൈ ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. മഹി അവിടെ ജോലി ചെയ്യാനുള്ള പ്രധാന കാരണം അവളുടെ മകൻ റോബർട്ടാണ്. റെസ്പിറേറ്ററി പ്രോബ്ലമായിട്ടാണ് ആ കുട്ടി പിറന്നു വീണത്. അതുകൊണ്ട് അവന് പൊല്യൂഷനും സിറ്റി എൻവറോൺമെന്റും ഇല്ലാത്ത സ്ഥലത്ത് വേണം വളരാൻ. ഇതിനാവശ്യമായ സാമ്പത്തിക ശേഷി മഹിക്കില്ലായിരുന്നു. ഈ ഹോസ്പിറ്റലിലാണെങ്കിൽ താമസ സൗകര്യം കിട്ടുമെന്ന് വിചാരിച്ചാണ് മഹി ഇവിടെ ജോയിൻ ചെയ്തത്. അന്നാണ് മഹിയെ ഞാൻ ആദ്യമായി കാണുന്നത്. ഷി വാസ് വെരി എഫിഷ്യന്റ് ഇൻ ദ വർക്ക്. പ്രോട്ടോകോൾ ഫോളോ ചെയ്യാതെ ഒരു ഡോക്ടർ ചെയ്യേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഒരു നഴ്സായ മഹി ചെയ്തു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ദേഷ്യപ്പെട്ട് മഹിയെ ചോദ്യം ചെയ്തു. അവിടുത്തെ ഹയർ അതോറിറ്റിയോടെല്ലാം മഹി എതിർത്ത് സംസാരിച്ചു. പെട്ടെന്നുള്ള അവളുടെ ദേഷ്യം കണ്ട് എല്ലാവർക്കും ഷോക്കായിപ്പോയി. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം രാവൺ മാത്രമായിരുന്നു അവളുടെ ലോകം. മഹി തന്റെ മകന്റെ രോഗം ഭേദമാകുമെന്ന പ്രതീക്ഷയോടെ ഏറെ കഷ്ടപ്പെട്ടു. വേണ്ടി വന്നാൽ ജീവൻ പണയം വെച്ചും അവനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു. ഒരമ്മ മകനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയാറുണ്ട്. മഹിയുടെ കാര്യത്തിലും അത് എന്നെ സംഭവിച്ചു. അവൾ തന്റെ മകനെ രക്ഷിക്കാനുണ്ടാക്കിയ മെഡിസിൻ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഹോസ്പിറ്റലിലുണ്ടായിരുന്ന പേഷ്യൻസിനെ ഉപയോഗിച്ചു. ആ സമയത്താണ് ലിവർ ട്യൂമർ ക്ലോസ്ഡ് ചികിത്സയ്ക്ക് വേണ്ടി ഡേവിഡ് എന്നൊരു ഫോറിനർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ആ സമയത്ത് ആ രോഗത്തിന് മരുന്നില്ല. എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മഹി. അന്ന് അവൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കണ്ടുപിടിച്ച മെഡിസിൻ പരീക്ഷിക്കണം. അത് ഫലിക്കുകയാണെങ്കിൽ തന്റെ മകനെ രക്ഷിക്കാമെന്ന് അവൾ വിചാരിച്ചു. തന്റെ മകനെ രക്ഷിക്കാൻ പരിശ്രമിച്ചതിലെ ക്രൂരകൃത്യം അപ്പോഴാണ് മഹി തിരിച്ചറിഞ്ഞത്. ഏകദേശം 25 രോഗികളാണ് അവൾ കാരണം മരണപ്പെട്ടത്. ഒരാഴ്ചക്കുള്ളിൽ ഈ ഹോസ്പിറ്റൽ സീൽ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഓർഡർ. അപ്പോഴാണ് മഹി കണ്ടുപിടിച്ച മെഡിസിൻ ഡേവിഡിന് ഫലിച്ചെന്ന് മഹിക്ക് മനസ്സിലായത്. താൻ കണ്ടുപിടിച്ച മെഡിസിൻ ഫലിച്ചെന്ന് മനസ്സിലാക്കി ആ മെഡിസിൻ രാവണനിൽ പൂർണ്ണമായും ഫലം കണ്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മഹി വളരെയധികം വിഷമിച്ചു. രാവൺ മറ്റു കുട്ടികളെപ്പോലെ എത്ര ഓടിക്കളിച്ചിരുന്നെങ്കിലും അവന് പൂർണ്ണമായും ഭേദമായിരുന്നില്ല. അവന്റെ ട്രീറ്റ്മെന്റിന് മഹിക്ക് ഒരുപാട് പണം ആവശ്യം വന്നു. മഹിയുടെ ടാലന്റ് കണ്ട് ഡേവിഡ് അതിശയിച്ചു പോയി. അങ്ങനെ സമ്പത്തിനോടുള്ള ആർത്തി ഉടലെടുത്തു. ഡേവിഡ് ഒരു ടെററിസ്റ്റാണ്. റഷ്യയെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി അവനൊരു കെമിക്കൽ വെപ്പൺ വേണം. അതിന് മഹി ഉപയോഗിക്കാമെന്ന് അവൻ വിചാരിച്ചു. അത് തയ്യാറാക്കി കൊടുത്താൽ കുറെ പണം കിട്ടുമെന്നും അങ്ങനെ അവളുടെ മകനെ രക്ഷിക്കാമെന്നും പറഞ്ഞ് മഹിയെ കൺവിൻസ് ചെയ്തു.
ഹോസ്പിറ്റലാണെങ്കിൽ സീൽ ചെയ്തു. പിന്നീട് ഡേവിഡ് മഹിയെ തന്റെ കൂടെ കൊണ്ടുപോയി. അത് ദൂരെയുള്ള ഒരു സീക്രട്ട് വെയർ ഹൗസിലേക്കായിരുന്നു. മാസത്തിനു ശേഷം ഡേവിഡ് അവന്റെ രാജ്യത്തേക്ക് ആക്രമണം ലക്ഷ്യം വെച്ച് പോയി. റഷ്യൻ തീവ്രവാദിയായ ഡേവിഡ് ഒരു കെമിക്കൽ വെപ്പൺ പ്രയോഗിക്കുമ്പോൾ അധികാരികൾ റെഡ് ഹാൻഡഡായി പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഈ കെമിക്കൽ വെപ്പൺ നിർമ്മിച്ചതിൽ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ സഹായം ലഭിച്ചതായി വ്യക്തമായി. അതറിഞ്ഞ ഉടനെ ഈ സയന്റിസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. ആ നിർദ്ദേശത്തിന്റെ പേരിൽ മഹിയെ പിടിക്കുന്നതിനു വേണ്ടി അവളുടെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു തെളിവും ബാക്കി വെക്കാതെ എല്ലാം നശിപ്പിച്ച് അവൾ അവിടുന്ന് എസ്കേപ്പായി. അങ്ങനെ ആർമിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചില സ്പെഷ്യൽ ടീംസും ഓർഗനൈസ് ചെയ്ത് 1 ഇയർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അങ്ങനെ അവൾ ഹൈദരാബാദിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ ഒരു സ്പെഷ്യൽ ടീം അങ്ങോട്ട് പോയി. ആ ടീമിനെ നയിച്ചത് ഞാനാ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ എൻ്റയർ കരിയറിൽ ഞാൻ കണ്ട മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ക്രിമിനൽ മഹിയാണ്. എനിവേസ് ഗോഡ് ദയർ അവളെ മുഴുവനായിട്ടും സറൗണ്ട് ചെയ്തു. അതിനുശേഷം രാവണനെ ഞാൻ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ചു. കുറച്ചു കാലം അവിടെ നിന്നിട്ട് അവൻ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. ഹി ജസ്റ്റ് വാനിഷ്ഡ്. രാമായണത്തിലെ രാവണകാന്ഡം നടക്കാനുള്ള പ്രധാന കാരണം ശൂർപ്പണഖയാണ്. ഇവിടെ ഈ കെമിക്കൽ ഉപയോഗിക്കാനുള്ള കാരണം മഹിയും. ഇപ്പോൾ ആ യുദ്ധം രാവണനെ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയത്.